ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മളിന്ന് തൈര് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടിപ്പാണ് നോക്കാൻ പോണത്. എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൽ എടുത്തു. ഇത് ഞാൻ കാച്ചിയിട്ടില്ല, കാച്ചാത്ത പാലാണ്. കാരണം ഇത് കാച്ചിയെ പിരിഞ്ഞു പോകും. ഇതിൻ്റെ ഡേറ്റ് ഓൾമോസ്റ്റ് എക്സ്പയർ ആകാറായതാണ്, അതുകൊണ്ട്. അപ്പോൾ പാലെടുത്തു. എന്നിട്ട് പാലിലേക്ക് നമ്മൾ പച്ചമുളകിൻ്റെ ഞെട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. വെറുതെ ഒരു ഞെട്ട് ജസ്റ്റ് ഒടിച്ചിട്ടാൽ മതി. മുളകല്ല, ഞെട്ടാണ് ആഡ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു 2-3 മതി, പക്ഷേ ഞാനിവിടെ ഒരു 5-6 ഇടുന്നുണ്ട്. വെറുതെ ഞെട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം എടുത്ത് വയ്ക്കുന്നു. നാളെ രാവിലെ തുറന്ന് നോക്കത്തുള്ളൂ. ജസ്റ്റ് ഞെട്ടെല്ലാം കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഒരു അടപ്പിട്ട് അടച്ചു വയ്ക്കുന്നു. അടച്ചു വെച്ചതിന് ശേഷം നാളെ രാവിലെ ഇത് നമ്മൾ നോക്കത്തുള്ളൂ. ഇനി നാളെ രാവിലെ നോക്കുമ്പോൾ താഴെ മേളിൽ വെള്ളം അടിഞ്ഞിട്ട് താഴെ നല്ല തൈരിൻ്റെ കട്ടയായിട്ടിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്തായി നമ്മുടെ റിസൾട്ടെന്ന് നോക്കാം. നമ്മളത് തുറന്ന് കഴിയുമ്പോൾ ഇതാ കണ്ടോ, നല്ല പീസ് തൈരായിട്ടിരിപ്പുണ്ട്. നല്ല പീസായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് അതിൽ കിടക്കുന്ന ആ മുളകിൻ്റെ ഞെട്ടെല്ലാം കൂടെ കോരിക്കളയാം. അതൊക്കെ അതെടുത്തു കളയുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ചില്ല് കുപ്പിയിൽ വല്ലതും ഇട്ട് വയ്ക്കാം. ഒരു 1-2 ദിവസമൊക്കെ ഇത് പുറത്തിരുന്നാൽ നല്ല പുളിപ്പായിട്ട് വരും. അതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതുണ്ടാക്കാനായിട്ട് മുളകിൻ്റെ ഞെട്ടുണ്ടെങ്കിൽ അതിടുക. അതില്ല എങ്കിൽ ഈ തൈര് തന്നെ കുറച്ച് അടുത്ത സെറ്റ് പാലിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നെക്സ്റ്റ് തൈര് നമുക്കുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ തൈര് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. സോ അതെല്ലാവർക്കും ഒരു ഇൻഫോർമേഷൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.